അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് നോ വൺ ഈസ് യൂസ്ലെസ്, ബട്ട് യു യൂസ്ഡ് ലെസ്. നിങ്ങളാണ് കൊള്ളരുതാത്തവരാക്കിയത്. നോ വൺ ഈസ് യൂസ്ലെസ്. നിങ്ങൾ അവരെ വേണ്ട പോലെ അവരെയല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒന്ന് മെനക്കെടണം, പണിയെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാം ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം. ജീവിതം ഒരു ദുഃഖവും ഇല്ല. പിന്നെ ഈ ദുഃഖക്കാർക്കറിയോ, തമോ ഗുണം കൊണ്ട് നടക്കുന്ന, രാവിലെ തന്നെ എങ്ങെ എന്ന് പറഞ്ഞ് നടക്കുന്നവര് ഈ തേങ്ങ ചരകുന്ന പോലെയാണ്. രാവിലെ തുടങ്ങും പരാതികള്. മനസ്സിലാവുണ്ടല്ലോ? ഈ രീതിയിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഞാൻ കൈകൂപ്പി പറയാണ്, രാവിലെ എണീറ്റ് ഏതെങ്കിലും അടുത്ത അമ്പലത്തിൽ പോവുക, ഒരു 8-9 തവണയെങ്കിലും എന്ത് ചെയ്യണം? പ്രദക്ഷിണം വെക്കുക. എന്നിട്ട് ഒരു ഭാഗത്തിരുന്ന് അല്ലെങ്കിൽ നിന്ന് കുറച്ച് ഓങ്കാരവും നാമവും ജപിക്കുക. മനസ്സിൽ കാണുക രൂപം. ധ്യാനനിരതരായിട്ട് ഭട്ടതിരിപ്പാടവർ ധ്യായാമോ, ധ്യാനിക്കണം. മഞ്ജീരം മഞ്ജുനാഥേ ഇവ പദഭജനം ശ്രേയ ഇത്യാലവന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോത്താരകൂർമ്മം ഉത്തുംഗാതാമ്രരാജൻ നഗരഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനം സന്താപത്വന്തഹന്ത്രിം തതിമനുകലൈ മംഗലാം അങ്കുലീനം യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ ദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഉള്ളിൽ കാണണം, ചിത്തത്തിൽ കാണണം, ആ പാദമൂലം കാണണം. അങ്ങനെയൊക്കെ പണിയെടുത്താൽ, മെനക്കെട്ടാൽ നന്നാവും. ആര് നന്നാവും? അവനവൻ നന്നാവും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങൾക്ക് സാധിക്കും. അതിനൊന്ന് പണിയെടുക്കണം, മെനക്കെടണം, കാലത്ത് എണീക്കണം. വേണോ? എത്ര പേര് നന്നാവാൻ തീരുമാനിച്ചു? അപ്പൊ അതിനർത്ഥം ഇതുവരെ നോക്കിയിട്ടില്ല എന്നല്ല അർത്ഥം. അതും നല്ലൊരു തെളിവല്ലേ ഇപ്പൊ അത്? നല്ലൊരു ജന്മം കൊണ്ടുപോയി പുകച്ചു തീർക്കേണ്ട വല്ലൊരു കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ